ഞാനൊരു കഥ പറയാം എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെപ്പോലെ 389 സഹോദരന്മാർ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഈ ഡയലോഗ് ലോക സിനിമയിൽ ടോവിനോ പറയുന്നതാണ്. വെറുതെ എങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കാം. 389 ചാത്തന്മാരോ? അതെ, 389 ചാത്തന്മാരുണ്ടെന്നാണ് പ്രാദേശിക പുരാണങ്ങൾ പറയുന്നത്. തൃശ്ശൂരും കൊടുങ്ങല്ലൂരും ചുറ്റുപാടുകളുമായി തലമുറകളായി പറഞ്ഞു പോരുന്ന ഒരു പ്രാദേശിക പുരാണമാണ് ഈ 389 ചാത്തന്മാരുടെ കഥ. തൃശ്ശൂരിൻ്റെ തനിമ നിറഞ്ഞ പഴയ കാലം. കാറ്റും കുളവും കാവും ചുറ്റിയ ഒരു ഗ്രാമത്തിൻ്റെ അരികിൽ മഹോന്നതനായ ഒരു തന്ത്രജ്ഞൻ ജീവിച്ചു. നാട്ടുകാർ അദ്ദേഹത്തെ ഗുരുമൂർത്തി എന്ന് വിളിച്ചിരുന്നു അത്രേ. ഒരു പൗർണമിയിലെ രാത്രി ഗുരുമൂർത്തി മഹായാഗം നടത്തി. ആ യാഗത്തിൻ്റെ ജ്വാല പൊങ്ങിയപ്പോൾ അഗ്നിക്കനലുകൾ മനുഷ്യാകൃതിയായി പാറി വന്നു. അവയാണ് ചാത്തന്മാർ. 389 അഗ്നിശക്തികൾ, 389 രൂപങ്ങൾ, 389 സ്വഭാവങ്ങൾ. ചിലർ 100 കണ്ണുള്ള കാവൽക്കാരൻ, ചിലർ ചെറുകുലുക്കം പോലെ ഓടുന്ന കുഞ്ഞു ചാത്തന്മാർ, ചിലർ കാറ്റുപോലും പേടിക്കുന്ന ശാന്തർ, ചിലർ കരിങ്കാറ്റ് പോലെ ഉഗ്രർ. ഇവരെല്ലാം ഗുരുവിൻ്റെ ശാസനയിൽ യാഗവേദിയും ഗ്രാമവും കാക്കാൻ സൃഷ്ടിക്കപ്പെട്ടവർ. 389 ചാത്തന്മാർ ഗ്രാമത്തിൻ്റെ ഓരോ കോണിലും നിലയുറപ്പിച്ചു. മല കാക്കാൻ മലമൂപ്പർ, വനം കാക്കാൻ കാട്ടുചാത്തൻ, വയൽ കാക്കാൻ പാടുവള്ളർ, വീടുകൾ കാക്കാൻ തറവാട് ചാത്തൻ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കുഞ്ഞു ചാത്തൻ. അവർക്കെല്ലാം ഒരു നിയമം മാത്രം ഉണ്ടായിരുന്നു: മനുഷ്യരെ അന്യശക്തികളിൽ നിന്ന് കാക്കുക. കാലം കടന്നു പോയപ്പോൾ ചില ചാത്തന്മാർക്ക് മനുഷ്യരുടെ ഭയം രസമായി. അവരുടെ അഹങ്കാരം വളരാൻ തുടങ്ങി. അവരിൽ ചിലർ പറഞ്ഞു, എന്തിനു നാം മനുഷ്യനെ കാക്കണം? നാം തന്നെയാണ് ശക്തി. ശാന്തരും ഭക്തരുമായ ചാത്തന്മാർ ഇതിനെ എതിർത്തു. ഇങ്ങനെ 389 പേരിൽ കലഹം തുടങ്ങി. ദേവന്മാരുടെ ഭാഷയിൽ ഒരു തന്ത്രയുദ്ധം. ഗുരുമൂർത്തി യുദ്ധത്തിന് സാക്ഷിയായി. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് സംരക്ഷണത്തിനായി, അതിക്രമത്തിനല്ല. അതിക്രമികളായ ചാത്തന്മാർക്ക് ഗുരു ശിക്ഷ നൽകി. അവരെ വിവിധ കാവുകൾക്കും കല്ലറകൾക്കും മരക്കൊമ്പിലും പാർപ്പിച്ചു. ശാന്തന്മാർക്ക് അനുഗ്രഹം നൽകി. നിങ്ങൾ ഇനി മുതൽ ദേവവാസം പോലെ ഈ ദേശത്തെ കാക്കുന്നവർ. ഇങ്ങനെ 389 ചാത്തന്മാർ തദ്ദേശ ദേവതകളായി പിരിഞ്ഞു. തറവാട് കാവുകളിൽ, പുഴയരികിൽ, കാടിൻ്റെ പാതകളിൽ, കുളത്തിനരികിൽ, പീഠങ്ങളിലൊക്കെ. ഇന്നും ചിലർ പറയുന്നു, സന്ധ്യയ്ക്ക് ശേഷം കേൾക്കുന്ന ചുവടുകൾ അവരുടേതാണ്. വീടിന് ചുറ്റും അപ്രതീക്ഷിതമായി തെളിഞ്ഞു പോകുന്ന ദീപങ്ങൾ അവരുടെ സാന്നിധ്യം. കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ഭാഗങ്ങളിലെ ചില കാവുകളിൽ 389 പേരുടെയും നാമങ്ങൾ ഇപ്പോഴും ഉച്ചരിക്കുന്നു. അവർ ശാപമല്ല, അവർ കാവൽക്കാർ. കരിമ്പുലി കലിവാ